ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതിൽ കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ഷാർജ, മസ്കറ്റ്, അബുദാബി വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ജീവനക്കാർ മിന്നൽ പണിമുടക്കിലാണെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം. അർജുൻ കല്യാടും അർജുൻ മട്ടന്നൂരും ചേരും. ആദ്യം അർജുൻ കല്യാടിലേക്ക്. അർജുൻ, എന്താണ് ഈ ജീവനക്കാരുടെ ഒരു മിന്നൽ പണിമുടക്കിന്റെ കാരണം? മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റുകൾ ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കാൻ എന്താണ് കാരണം? അതായത് കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഇപ്പോൾ യാത്രക്കാരുടെ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി എന്നുള്ളതാണ് പ്രധാനമായും വന്നിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ യാത്രക്കാർ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇതിന് കൃത്യമായ രീതിയിൽ കാരണം വിശദീകരിക്കാൻ ഈ എയർപോർട്ടിന്റെ അധികാരികൾക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികാരികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്ഥിതി സൃഷ്ടിച്ചത് എന്ന കാര്യം മാത്രമാണ് ഇവർക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. ഷാർജ, മസ്കറ്റ്, അബുദാബി വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. അവിടെ ഈ യാത്രക്കാരായി എത്തിയിട്ടുള്ള നിരവധി പേർ, അതായത് അവരെല്ലാവരും തന്നെ യാത്ര നടക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെയാണ് അവിടെ എത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ഉണ്ടാവുകയും ഈ വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തതോടുകൂടി യാത്രക്കാർ വലിയ തോതിൽ ഒരു പ്രതിസന്ധിയിലാവുകയും അവരുടെ യാത്ര മുടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാവുകയായിരുന്നു. എയർപോർട്ട് പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇവരുമായി ചർച്ച നടത്തിയെങ്കിലും യാത്രക്കാർ പ്രതിഷേധം അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അവരെല്ലാവരും തന്നെ പറയുന്നത് ഇത് വലിയ തോതിൽ ഒരു യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഏകദേശം 100-300ഓളം തന്നെ യാത്രക്കാർ ആ മേഖലയിലേക്ക് അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് എത്തിയിട്ടും അവർക്ക് യാത്ര നടത്താൻ പറ്റാത്തത് വലിയ തോതിൽ ഒരു യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് യാത്രക്കാർ ഉയർത്തുന്നത്. എന്നാൽ എയർപോർട്ടിലുള്ള പോലീസിനും അല്ലെങ്കിൽ എയർപോർട്ടിന്റെ അധികാരികൾക്കും എല്ലാം നൽകാൻ വേണ്ടി കഴിയുന്ന ഒരു ആകെയുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ എയർ എക്സ്പ്രസിന്റെ വിമാനത്തിലെ ജീവനക്കാരുടെ പണിമുടക്കാണ് ഇതിന്റെ കാരണം. ഒരു മിന്നൽ പണിമുടക്ക് അതാണ് പ്രഖ്യാപിച്ചു. അർജുൻ, ഒരു അതുകൊണ്ട് മിന്നൽ തന്നെ പണിമുടക്കിലേക്ക് ഈ ജീവനക്കാർ പോകാനുള്ള സാഹചര്യം എന്താണ്? കാരണം ഇതിനു മുമ്പേ അവർ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉയർത്തിയാണെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ ഫ്ലൈറ്റുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു മിന്നൽ പണിമുടക്കിലേക്ക് പോകാനുള്ള സാഹചര്യം എന്താണ്? അതായത് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ തൊഴിൽപരമായിട്ടുള്ള ഈ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൊഴിലാളികളുടെ പ്രശ്നമാണ് ഇത്തരത്തിലുള്ളൊരു മിന്നൽ പണിമുടക്കിലേക്ക് പോകാനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടി ഇങ്ങനൊരു മിന്നൽ പണിമുടക്ക് നടത്തുന്നത് വലിയ തോതിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. കൃത്യമായ രീതിയിലുള്ളൊരു കാരണം വിശദീകരിക്കുന്നതിന് വേണ്ടി ഇതിന്റെ അധികാരികൾക്ക് ആർക്കും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ മിന്നൽ പണിമുടക്കാണ് എന്ന രീതിയിലുള്ള ഒരു വിശദീകരണം മാത്രം നൽകി യാത്രക്കാരെ താൽക്കാലികമായെങ്കിലും ഒരു പ്രശ്നമില്ലാതെ പിടിച്ചു നിർത്തുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കൃത്യമായ തോതിൽ ഇതിനകത്തൊരു വിശദീകരണം കൊണ്ടല്ല ഈ വിമാനങ്ങളൊന്നും തന്നെ റദ്ദാക്കിയിട്ടുള്ളത് എന്നാണ് ഈ യാത്രക്കാർ പറയുന്നത്. ഏകദേശം 100-300ഓളം തന്നെ യാത്രക്കാർ ഈ യാത്ര നടക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി അവിടെ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അവർക്കൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ തോതിൽ ഇന്നതാണ് കൃത്യമായ കാരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടി ഈ പറയുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയുള്ള ഈ വിമാനത്താവളത്തിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി അവിടെ എത്തിയിട്ടുള്ള യാത്രക്കാരോട് ഈ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് എന്നുള്ള വിശദീകരണം അവിടെയുള്ള ജീവനക്കാർ നൽകുകയാണ്. അതിൽ കൃത്യമായ രീതിയിൽ എന്താണ് ഇവരിങ്ങനെ മിന്നൽ പണിമുടക്ക് നടത്താനുള്ള കാരണമെന്നോ അല്ലെങ്കിൽ ഈ വിമാനങ്ങൾ റദ്ദാക്കുന്നതിന് വേണ്ടി ഇന്ന കാരണമാണ് എന്നുള്ള ഒരു മുൻകൂർ നിലവിൽ ഇപ്പോൾ 2 വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഇനി മറ്റു വിമാന സർവീസുകൾ ഈ പണിമുടക്ക് ബാധിക്കുമോ? ഈ പണിമുടക്ക് പിൻവലിക്കാനുള്ള അത്തരം ചർച്ചകൾ ജീവനക്കാരുമായി നടത്തുന്നുണ്ടോ? ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുള്ള യാത്രക്കാരുണ്ടല്ലോ, അവരുടെ യാത്ര ഇനി എങ്ങനെയായിരിക്കും? അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? അതായത് ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. ഇവരുടെ യാത്ര ഇനി നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. എന്തായാലും ഈ 3 വിമാനങ്ങൾ, അതായത് ഷാർജ, മസ്കറ്റ്, അബുദാബി വിമാനങ്ങൾ, അതായത് 3 വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാരുടെ ഇനി ഏത് രീതിയിലാണ് യാത്ര, അത് പകരമുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഈ യാത്രക്കാർക്ക് ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടി കഴിയുന്നില്ല.
ആ, ഈ വിമാന കമ്പനി യാത്രക്കാരോട് അത്തരത്തിലുള്ള ഒരു വിവരവും നൽകുന്നില്ല. ഇങ്ങനൊരു മിന്നൽ പണിമുടക്ക് നടക്കുന്നു, അതുകൊണ്ട് തന്നെ 3 വിമാനങ്ങൾ റദ്ദാക്കി. നമ്മൾക്ക്, അതായത് അവിടെയുള്ള ഈ പറയുന്ന എയർപോർട്ട് പോലീസ് ഉൾപ്പെടെയുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ കാര്യവും ചെയ്യാനില്ല. ഇത് കമ്പനി തീരുമാനമാണ്, അല്ലെങ്കിൽ കമ്പനി എടുത്തിട്ടുള്ള തീരുമാനമാണ് എന്ന കാര്യം മാത്രമാണ് അവിടെയുള്ള എയർപോർട്ട് പോലീസുകാർ, അല്ലെങ്കിൽ ഈ പറയുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനത്തിലുള്ള തൊഴിലാളികളും യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യാത്രക്കാർ വലിയ തോതിലുള്ള പ്രതിഷേധവും ഉയർത്തിയിട്ടുള്ളത്. കൃത്യമായ ഒരു കാരണങ്ങൾ പറയുന്നതിന് വേണ്ടി തയ്യാറാകണം എന്നുള്ള കാര്യമാണ് ഈ പറയുന്ന യാത്രക്കാർ പറയുകയും ചെയ്യുന്നത്. ശരി, കണ്ണൂർ വിമാനത്താവളത്തിലും യാത്രക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നുണ്ട്. അർജുൻ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും യാത്രക്കാരുടെ പ്രതിഷേധമുണ്ട്. കണ്ണൂരും നെടുമ്പാശ്ശേരിയിലും ഒരേ സമയത്താണ് പണിമുടക്ക് വന്നിരിക്കുന്നത്. അവിടെയുള്ള യാത്രക്കാരെ ഇത് എങ്ങനെ ബാധിച്ചു? അവിടെ നിന്നുള്ള വിമാന സർവീസുകളെ ഇത് എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? ആതിര, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഇന്ന് 2 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യാത്രക്കാർ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 2 വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും ഷാർജയിലേക്ക് പുലർച്ചെ 2:05 പോകേണ്ടിയിരുന്ന വിമാനം റദ്ദാക്കി. അതിന് പിന്നാലെ രാവിലെ 8:50 മസ്കറ്റിലേക്ക് പോകേണ്ട വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് യാത്രക്കാർ പ്രതിഷേധം ഉയർത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാരുടെ മിന്നൽ സമരം എന്നൊരു അറിയിപ്പ് മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ ഒന്നും തന്നെ എയർപോർട്ടിൽ നിന്നോ ഈ വിമാന കമ്പനിയിൽ നിന്നോ യാത്രക്കാർക്ക് ലഭിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. എന്തായാലും ഇതിന് പകരം സംവിധാനം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടുമില്ല. കണ്ണൂരിൽ സമാനമായ രീതിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തെ തുടർന്നാണ് നെടുമ്പാശ്ശേരിയിലും പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ശരി, അർജുൻ കല്യാടുമാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് യാത്രക്കാരുടെ പ്രതിഷേധം.